السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ പവിത്രതകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസമാണ് ശഅബാൻ മാസം. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ മാസമാണ് ശഅബാൻ മാസം. ഈ പുണ്യമായ ശഅബാൻ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിന് സ്വലാത്തിൻ്റെ ആയത്തുകൾ ഇറക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നമ്മൾ സ്വലാത്തുകൾ ശീലമാക്കേണ്ടതുണ്ട്, നമ്മൾ സ്വലാത്തുകൾ പതിവാക്കേണ്ടതുണ്ട്. അതിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വലാത്തുകൾ ചൊല്ലാം. അതിനൊരു സമയമോ അതിനൊരു ദിവസമോ അതിനൊരു പ്രത്യേകമായ മാസമോ നിശ്ചയിച്ചിട്ടില്ല. എന്നിരുന്നാലും ചില സമയങ്ങൾ, ചില മാസങ്ങൾ, ചില സ്ഥലങ്ങൾ ആ പരിശുദ്ധമായ സ്വലാത്തിന് വളരെയധികം പുണ്യമുണ്ട്, വളരെയധികം മഹത്വമുള്ള സമയങ്ങളുണ്ട്, ശക്തമായ സുന്നത്തായ ചില സന്ദർഭങ്ങളുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു 15ഓളം പ്രത്യേകമായ സമയങ്ങൾ അവിടുന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അഖിബ ഇജാബത്തുൽ മുഅദ്ദിനി, ബാങ്കിന് ഇജാബത്ത് ചെയ്ത ശേഷം, ബാങ്കിന്റെ പ്രത്യേകമായ ദുആ ചെയ്തതിന് ശേഷം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ആ സ്വലാത്തിന് ശക്തമായ സുന്നത്തുണ്ട് എന്ന് മഹാനായ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭത്തില്, ദുആഇന്റെ ആരംഭത്തിലും അതിന്റെ മധ്യത്തിലും അതിന്റെ അവസാനത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് ആ ദുആ അല്ലാഹു സ്വീകരിക്കാൻ തന്നെ കാരണമായേക്കാവുന്ന ഏറ്റവും ശക്തമായ സുന്നത്താണ്. അതുപോലെ തന്നെ സുബ്ഹിന്റെ ഖുനൂത്തിൽ, പെരുന്നാൾ തക്ബീറുകൾക്കിടയിൽ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും, ഒരു സദസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും, ആ സദസ്സിൽ കൂടുമ്പോഴും, ആ സദസ്സിൽ നിന്ന് പിരിയുമ്പോഴും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഏറ്റവും പുണ്യമായ ശക്തമായ സുന്നത്തുള്ള സമയങ്ങളാണ്. അതുപോലെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എണീക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴും, ആ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും, തൗബ ചെയ്യുമ്പോഴും, എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുക എന്നുള്ളത് ശക്തമായ സുന്നത്തായി മഹാനായ ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ സമയങ്ങളിലും സ്വലാത്തുകൾ നമ്മൾ പതിവാക്കാൻ വേണ്ടി തയ്യാറാകണം. അതിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണം. അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.